മാസ് മോട്ടോഴ്സ് വന്നപ്പോൾ നമ്മുടെ ഹോണ്ട യൂണിക്കോൺ 160 വണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ സർവീസൊക്കെ ചെയ്ത് പോയിരുന്നതാണ്. അതിന് ശേഷം വണ്ടിക്ക് ഒരു മിസ്സിങ് പോലെ കാണിച്ച് വണ്ടി ഓഫായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് വണ്ടി എടുത്തുകൊണ്ടുവന്ന് വണ്ടി നോക്കി കഴിയുമ്പോൾ നമുക്ക് കാർബേറ്ററിനകത്ത് ചെറുതായിട്ടൊരു വാട്ടർ കണ്ടൻറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് അഴിച്ച് വർക്കൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളൊന്ന് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്തിരുന്നു. അതായത് ടാങ്കൊന്നും വെച്ചിട്ടുണ്ടായില്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ വാട്ടർ സർവീസൊക്കെ ചെയ്തിട്ട് ചേസൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരുന്നു. ഇനി ആ സമയത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് കാർബേറ്ററിൽ വന്നതാവാം. പക്ഷെ എന്നാലും ഞങ്ങൾ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം കുറേയൊക്കെ ഓടിച്ചു നോക്കിയിട്ടാണ് തന്നായിരുന്നത്. ഇപ്പോൾ നമ്മൾ അതല്ലാതെ കൊണ്ട് വേറൊരു കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴേലും കിട്ടിയില്ല. നമ്മളത് റെഡി ആക്കി അതിന് ശേഷം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നമ്മൾ മലയാറ്റൂർ വരെ ഓടിച്ചു നോക്കി. ഇപ്പോൾ ഏകദേശം വൺ സൈഡ് ഇപ്പോൾ 7.5 ഞാൻ ട്രിപ്പ് മെറ്റ് അടിച്ചിട്ട് ഓടിച്ചേ 7.5. അത് തിരിച്ചു പോകുമ്പോൾ ഏകദേശം ഒരു 15 കിലോമീറ്ററോളം നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ മലയാറ്റൂർ അടിവാരം വന്നിട്ട് നമ്മളത് ഓടിച്ചു നോക്കിയത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും കാണിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിലവിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പ്രോബ്ലം. കംപ്ലയിൻ്റ് അത് തന്നെ ആയിരിക്കണം, വേറൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വിളിച്ചോ, കുഴപ്പമില്ല, നമുക്ക് നോക്കിയിട്ട് അത് അറേഞ്ച് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു ആ വണ്ടി വാഷ് ചെയ്ത സമയത്തേ അറിയാതെ എങ്ങാനും അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങാനും വെള്ളത്തിൻ്റെ പ്രസൻസ് ചെന്നതാവാം ആ കംപ്ലയിൻറ്റ് വന്നത്. ഓക്കെ.